ഈയിടെയായിട്ട് ഒരുപാട് ഇതേ ചോദ്യം ഞാൻ ഒരുപാട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നുണ്ട്. ആരും CPM ചേർന്നോ കോൺഗ്രസിൽ ചേർന്നോ എന്ന് ചോദിക്കാതെ ആം ആദ്മി ചേർന്നോ എന്ന് ചോദിക്കുന്നത് എന്താണെന്നുള്ളത് എനിക്ക് ആദ്യം അതിൻ്റെ ഒരു ഉത്തരം കിട്ടണം. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു ഇമേജിൻ്റെ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ കുറച്ചുകൂടെ. എന്തായാലും ആം ആദ്മി പാർട്ടി വളരെ, എനിക്ക് തോന്നുന്നു ഡൽഹിയേക്കാൾ കേരളത്തിലാണ് ആ പാർട്ടിയുടെ സ്കോപ്പ് എന്ന് എനിക്ക് തോന്നുന്നു. വ്യക്തിപരമായിട്ട് ഞാൻ ആ പാർട്ടി ചേർന്നിട്ടില്ല. അതിൻ്റെ പുരോഗതി കണക്കിലെടുത്തിട്ട് ചെയ്യാൻ വിചാരിക്കുന്നു. പിന്നെ രാഷ്ട്രീയക്കാരനാവും യാതൊരു ഉദ്ദേശവുമില്ല. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഈ അടുത്ത ഇന്റർവ്യൂകളിലെല്ലാം ചോദിച്ചിട്ടുണ്ട് രാഷ്ട്രീയത്തിൽ പോരാൻ ഉദ്ദേശിക്കുന്നുണ്ടോ, കാരണം രാഷ്ട്രീയക്കാർ പോലും നാണിക്കുന്ന തൊലിക്കട്ടിയുണ്ട്. അപ്പോൾ പിന്നെ തീർച്ചയായിട്ടും രാഷ്ട്രീയത്തിൽ നിങ്ങൾക്ക് നല്ല സ്കോപ്പ് ഉണ്ടെന്നൊക്കെ എല്ലാവരും പറയാം. അപ്പം ഞാൻ എല്ലാവരും പറഞ്ഞു വെച്ചാൽ മഹാത്മാഗാന്ധിയുടെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഗാന്ധിജി പറഞ്ഞൊരു വാക്കുണ്ട്, നമുക്ക് അധികാരത്തിന് പരിധിയുണ്ട്, സേവന മനോഭാവത്തിന് പരിധിയില്ല. അപ്പം അധികാരത്തിന് ഞാൻ എറണാകുളത്ത് ഒരു MLA ഒരു MP ആവുകയാണ്, എനിക്ക് എറണാകുളത്തെ കാര്യങ്ങളാണ് ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ സപ്പോസ് ഞാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്, ഇന്ത്യൻ്റെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. അതേസമയം നമ്മൾ സേവന മനോഭാവം, എനിക്ക് മറ്റുള്ളവർ ഹെൽപ്പ് ചെയ്യാനുള്ള മനസ്സുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ഉഗാണ്ടയിൽ പോയിട്ട് ഹെൽപ്പ് ചെയ്യാം, അമേരിക്കയിൽ പോയി ഹെൽപ്പ് ചെയ്യാം, പാകിസ്ഥാനിൽ ഹെൽപ്പ് ചെയ്യാം. നമ്മൾ ലിമിറ്റ്ലെസ് ആണ്. അതുകൊണ്ട് അധികാരത്തിന് പരിധിയുണ്ട്, സേവന മനോഭാവത്തിന് പരിധിയില്ല. എനിക്ക് വലിയ സേവന മനോഭാവം ഉണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. എനിവേ ഞാൻ അതാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയക്കാരനാവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എന്തായാലും ആം ആദ്മി പാർട്ടിയുടെ പുരോഗതി ഞാൻ വളരെ വളരെ ശ്രദ്ധയോടെ വീക്ഷിക്കുന്നുണ്ട്. കാരണം നമുക്കൊന്ന് വിലയിരുത്താനുള്ളതാവുന്നുള്ളൂ. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഡൽഹിയേക്കാൾ കൂടുതൽ കേരളത്തിൽ ആം ആദ്മി പാർട്ടിക്ക് സ്കോപ്പുണ്ട്. അത് എങ്ങനെയാണ് അതിൻ്റെ ആളുകൾ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല.